ടോപ്പ് മെനു ബാർസിൽ ഫസ്റ്റായിട്ട് വരുന്നത് വ്യൂ ടോക്കൺ ആണ്. വ്യൂ ടോക്കണിൽ 4 ടേബിൾസ് ആണുള്ളത്. ഒന്ന് ന്യൂ ടോക്കൺസ്, ദെൻ ടോക്കൺ പ്രോസസ്സിംഗ്, വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ്, റിട്ടേൺ ടോക്കൺസ്. അതിൽ ന്യൂ ടോക്കൺസിൽ നമ്മുടെ ടോക്കൺസ് എല്ലാം വരും, നമ്മൾ പ്രോസസ്സ് ചെയ്യാത്ത ടോക്കൺസ്. ദെൻ പ്രോസസ്സ് ചെയ്യുന്ന ടോക്കൺസ് യൂസർ ബേസ്ഡ് ആയിട്ട് ലിസ്റ്റ് ചെയ്യും. വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ പേയ്മെൻറ്റ്സ് വെയിറ്റ് ചെയ്യുന്ന ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ടോക്കൺസ്. റിട്ടേൺ ടോക്കൺസിൽ റിട്ടേൺ ചെയ്ത ടോക്കൺസും ഡിസ്പ്ലേ ചെയ്യും. ദെൻ ആഡ് ടോക്കൺസ് എന്ന് പറയുന്ന ഐക്കണിൽ നമുക്ക് ടോക്കൺസിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ മേലത്തെ ടോപ്പിൽ നമ്മൾ ഓട്ടോ സെർച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ആളുടെ പേരോ അല്ലെങ്കിൽ കസ്റ്റമർ ID അറിയാമെങ്കിൽ അതോ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ദെൻ ടോക്കണിൻ്റെ ലിസ്റ്റ് വരും. കളക്ട് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ ജനറേറ്റ് ചെയ്യാത്ത ഒരു കസ്റ്റമറിന് നമുക്ക് ഡയറക്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളക്ട് ക്യാഷ് യൂസ് ചെയ്യുന്നത്. പേ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൻ്റെ പേയ്മെൻറ്റ്സും അതിൻ്റെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒരു ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്തേക്കുന്ന പെൻഡിങ് പേയ്മെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യാനും ദെൻ അതിൻ്റെ ഓരോ ടൈപ്സ് വൈസ് ആയിട്ട് പോകാനും. ദെൻ ബാങ്കിങ് എന്ന് പറയുന്ന ഐക്കൺ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, വാളറ്റ് ചാർജ് ചെയ്യാം, വാളറ്റ് റിട്ടേൺ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ കറണ്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൗണ്ടറിൽ നിന്ന് നെക്സ്റ്റ് കൗണ്ടറിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർവേഡ് ക്യാഷ് എന്ന് പറയുന്ന ഐക്കൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓരോ ടേബിളിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ C001 എന്ന് പറയുന്നതാണ് നമ്മുടെ വിൻഡോയിൻ്റെ നമ്പർ. ദെൻ ഓപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ക്യാഷ്.